നമസ്കാരം. മലയാളി വാർത്ത ഇൻസൈഡിലേക്ക് സ്വാഗതം. ബന്ദർ അബ്ബാസ് വിമാനത്താവളത്തിന് സമീപം അമേരിക്ക നടത്തിയ ആക്രമണത്തിന് തിരിച്ചടി നൽകിയതായി ഇറാൻ. കുവൈറ്റിലെ US വ്യോമതാവളത്തിന് നേരെ ആക്രമണം നടത്തിയതായാണ് ഇറാന്റെ ഇസ്ലാമിക് റവല്യൂഷണറി ഗാർഡ് കോർപ്സ് അവകാശപ്പെടുന്നത്. പ്രാദേശിക സമയം പുലർച്ചെ 4:50 ഇറാൻ ഈ പ്രത്യാക്രമണം നടത്തിയത്. തങ്ങൾ ലക്ഷ്യമിട്ട US വ്യോമതാവളം ഏതാണെന്ന് ഇറാൻ മാധ്യമങ്ങൾ വെളിപ്പെടുത്തിയിട്ടില്ലെങ്കിലും അമേരിക്കയുടെ ഭാഗത്തുനിന്ന് ഇനി എന്തെങ്കിലും തരത്തിലുള്ള പ്രകോപനമുണ്ടായാൽ അതിന് ഇതിലും ശക്തമായ രീതിയിൽ തങ്ങൾ മറുപടി നൽകുമെന്ന് IRGC മുന്നറിയിപ്പ് നൽകിയിട്ടുണ്ട്. ഹോർമൂസ് കടലിടുക്കിന് സമീപമുള്ള ഇറാന്റെ ഡ്രോൺ പ്രവർത്തനങ്ങൾക്ക് നേരെ അമേരിക്കൻ സൈന്യം പുതിയ സൈനിക നടപടി സ്ഥിരീകരിച്ചതിന് തൊട്ടു പിന്നാലെയാണ് ഇറാന്റെ ഈ പ്രതികരണം ഉണ്ടായിട്ടുള്ളത്. തന്ത്രപ്രധാനമായ ഈ ജലപാതയിലൂടെയുള്ള അന്താരാഷ്ട്ര കപ്പൽ ഗതാഗതത്തിനും അമേരിക്കൻ സൈന്യത്തിനും ഭീഷണിയാണെന്ന് ചൂണ്ടിക്കാട്ടി ഇറാന്റെ 4 ആക്രമണ ഡ്രോണുകൾ തങ്ങൾ വെടിവെച്ചിട്ടതായി US സൈനിക ഉദ്യോഗസ്ഥർ വ്യക്തമാക്കിയിരുന്നു. ഇതിനു പുറമെ ബന്ദർ അബ്ബാസിന് സമീപം മറ്റൊരു ഡ്രോൺ വിക്ഷേപിക്കാൻ തയ്യാറെടുക്കുകയായിരുന്ന ഇറാന്റെ ഒരു ഡ്രോൺ ഗ്രൗണ്ട് കൺട്രോൾ സ്റ്റേഷനും US സൈന്യം ആക്രമിച്ചു തകർത്തു. എന്നാൽ ഈ സൈനിക നടപടി തികച്ചും പരിമിതവും പ്രതിരോധപരവും മാത്രമായിരുന്നുവെന്നും ഏപ്രിൽ 1 നിലവിൽ വന്ന വെടിനിർത്തൽ കരാർ നിലനിർത്താൻ വേണ്ടിയാണ് ഇതെന്നുമാണ് US ഉദ്യോഗസ്ഥർ അവകാശപ്പെടുന്നത്. എന്നാൽ വാഷിംഗ്ടൺ ഈ വെടിനിർത്തൽ കരാർ ആവർത്തിച്ച് ലംഘിക്കുകയാണെന്ന് ഇറാൻ കുറ്റപ്പെടുത്തി. ഹോർമൂസ് കടലിടുക്കിലൂടെ കടന്നുപോകാൻ ശ്രമിച്ച അമേരിക്കയുമായി ബന്ധമുള്ള ഒരു എണ്ണക്കപ്പലിന് നേരെ IRGC നേവി മുന്നറിയിപ്പ് വെടിയുതിർത്തതായും ഇത് കാരണം കപ്പലിന് പിന്തിരിയേണ്ടി വന്നതായും ഇറാൻ മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്തു. ഇറാനിയൻ സൈന്യത്തിന്റെ അനുമതിയില്ലാതെ ഈ ജലപാതയിലൂടെ സഞ്ചരിക്കാൻ ശ്രമിച്ച മറ്റ് 4 കപ്പലുകളെയും ഇറാന്റെ നാവികസേന മുന്നറിയിപ്പ് നൽകി തിരിച്ചയച്ചതായും റിപ്പോർട്ടുകളുണ്ട്. നിലവിൽ സംഘർഷത്തിന്റെ പ്രധാന കേന്ദ്രമായി മാറിയിരിക്കുന്നത് ഹോർമൂസ് കടലിടുക്കാണ്. ഈ വർഷം ഫെബ്രുവരിയിൽ യുദ്ധം പൊട്ടിപ്പുറപ്പെടുന്നതിനു മുൻപ് ലോകത്തിലെ മൊത്തം എണ്ണയുടെയും ദ്രവീകൃത പ്രകൃതിവാതകത്തിന്റെയും കയറ്റുമതിയുടെ 1/5 കൈകാര്യം ചെയ്തിരുന്നത് ഈ ഇടുങ്ങിയ കടൽപ്പാതയിലൂടെയായിരുന്നു. എന്നാൽ കഴിഞ്ഞ 24 മണിക്കൂറിനുള്ളിൽ ഇറാന്റെ അനുമതിയോടെ വെറും 23 കപ്പലുകൾ മാത്രമാണ് ഈ കടലിടുക്ക് കടന്നതെന്ന് ഇറാന്റെ ഔദ്യോഗിക മാധ്യമങ്ങൾ വ്യക്തമാക്കുന്നു. ഇത് മുൻപത്തെ സാധാരണ ഗതാഗത നിരക്കിനേക്കാൾ വളരെ കുറവാണ്. മേഖലയിൽ വീണ്ടും സൈനിക നടപടികൾ സജീവമായതോടെ ആഗോള വിപണിയിൽ എണ്ണവില വീണ്ടും വർദ്ധിക്കാൻ കാരണമായിട്ടുണ്ട്. അമേരിക്കയും ഇറാനും തമ്മിലുള്ള സംഘർഷം അവസാനിപ്പിക്കുന്നതിനുള്ള നയതന്ത്ര ചർച്ചകളും വെടിനിർത്തൽ നീക്കങ്ങളും പുരോഗമിക്കുകയാണ്. ഫെബ്രുവരി അവസാനം ആരംഭിച്ച സംഘർഷത്തിന് ശേഷം യുദ്ധം അവസാനിപ്പിക്കാനുള്ള ധാരണകളും ആണവ ചർച്ചകളും പാകിസ്ഥാന്റെയും ചൈനയുടെയും മധ്യസ്ഥതയിൽ സമാധാന ചർച്ചകളും സജീവമായി നടക്കുന്നുണ്ട്. ഇതിനിടെ അമേരിക്ക ഇറാൻ യുദ്ധത്തിൽ വെടിനിർത്തൽ 60 ദിവസത്തേക്ക് കൂടി നീട്ടിയേക്കുമെന്ന റിപ്പോർട്ടുകൾ വരുന്നു. ഇരു രാജ്യങ്ങൾക്കുമിടയിൽ ആണവ പദ്ധതിയെക്കുറിച്ച് ചർച്ചകൾ ആരംഭിക്കുന്നതിനും ധാരണയായിട്ടുണ്ടെന്നാണ് റിപ്പോർട്ട്. ഈ ധാരണാപത്രത്തിന് അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിന്റെ അനുമതി കൂടി ആവശ്യമാണ്. എന്നാൽ അദ്ദേഹം ഇതുവരെ ഇതിന് അനുമതി നൽകിയിട്ടില്ല. വെടിനിർത്തൽ പ്രാബല്യത്തിൽ വന്നാൽ ഇറാൻ ഹോർമുസ് തുറക്കുകയും അമേരിക്ക നാവിക ഉപരോധം പിൻവലിക്കുകയും ചെയ്യും. ഇറാന്റെ ഫണ്ട് വിട്ടുനിൽക്കുന്നതും ഉപരോധം ലഘൂകരിക്കുന്നതും ഇതോടൊപ്പമുണ്ട്. എല്ലാ മേഖലകളിലും യുദ്ധം നിർത്തിയുള്ള ധാരണ വിജയിച്ചാൽ ആണവ വിഷയത്തിൽ ഇറാൻ വിട്ടുവീഴ്ച ചെയ്തേക്കും. മേഖലയിലെ രാജ്യങ്ങളോടുള്ള സമീപനവും ഇറാൻ വ്യക്തമാക്കേണ്ടി വരും. ഇരുപക്ഷത്തെയും കടുത്ത നിലപാടുകളുള്ളവരെ അനുനയിപ്പിക്കുക എന്നതാണ് വെല്ലുവിളി. 60 ദിവസത്തെ വെടിനിർത്തൽ പ്രാബല്യത്തിൽ വന്നാൽ ആണവ ചർച്ചകൾ ഇരു രാജ്യങ്ങളും തുടരും. ഇറാന്റെ പക്കലുള്ള സമ്പുഷ്ടീകരിച്ച യുറേനിയം ശേഖരത്തിന്റെ ഭാവിയെക്കുറിച്ചും യുറേനിയം സമ്പുഷ്ടീകരണത്തെക്കുറിച്ചും ഇരു രാജ്യങ്ങളും വിശദമായി സംസാരിക്കും. ആണവായുധങ്ങൾ നിർമ്മിക്കില്ലെന്ന ഇറാന്റെ ഉറപ്പിന്മേൽ മരവിപ്പിച്ച ഇറാനിയൻ ഫണ്ടുകൾ വിട്ടുകൊടുക്കുന്നതും ഉപരോധങ്ങളിൽ ഇളവുകൾ നൽകുന്നതും മാനുഷിക സഹായങ്ങൾ എത്തിക്കുന്നതും അമേരിക്കയുടെ പരിഗണനയ്ക്ക് വരും. എന്നാൽ ഈ ചർച്ചകളെല്ലാം അന്തിമ സമാധാന കരാറിലേക്ക് എത്തുമോ എന്ന് ഇപ്പോൾ വ്യക്തമല്ല. നയതന്ത്ര ചർച്ചകൾ ഒരു വശത്ത് പുരോഗമിക്കുമ്പോഴും ഇരു രാജ്യങ്ങളും തമ്മിലുള്ള ഏറ്റുമുട്ടൽ നടക്കുന്നത് ആശങ്കയുണ്ടാക്കുന്നു. കുവൈറ്റിലുള്ള അമേരിക്കൻ സൈനിക താവളത്തെ ലക്ഷ്യമിട്ട് ഇറാൻ ബാലിസ്റ്റിക് മിസൈൽ ആക്രമണം നടത്തിയതോടെയാണ് വീണ്ടും സംഘർഷം രൂക്ഷമായത്. നേരത്തെ ഹോർമൂസ് കടലിടുക്കിന് സമീപമുള്ള ഇറാനിലെ ബന്ദർ അബ്ബാസ് തുറമുഖ നഗരത്തിൽ അമേരിക്ക നടത്തിയ വ്യോമാക്രമണത്തിൽ ഡ്രോൺ നിയന്ത്രണ കേന്ദ്രം തകർന്നിരുന്നു. വെടിനിർത്തൽ കരാറിന് ശേഷമുള്ള ഏറ്റവും ശക്തമായ സൈനിക ഏറ്റുമുട്ടലാണ് ഇത്. ഫെബ്രുവരി 28 ഓപ്പറേഷൻ എപ്പിക് ഫ്യൂറി എന്ന പേരിൽ ഇറാനെതിരെയുള്ള സൈനിക നീക്കങ്ങൾക്ക് അമേരിക്കയും ഇസ്രയേലും തുടക്കമിട്ടത്. ഇറാനിലെ ആണവ നിലയങ്ങൾ, മിസൈൽ വിക്ഷേപണ കേന്ദ്രങ്ങൾ, ഭരണകൂട ആസ്ഥാനങ്ങൾ എന്നിവ ലക്ഷ്യമിട്ടായിരുന്നു ആദ്യഘട്ട ആക്രമണങ്ങൾ. യുദ്ധത്തിന്റെ ആദ്യ ദിനം തന്നെ ഇറാന്റെ പരമോന്നത നേതാവ് ആയത്തുള്ള അലി ഖമനിയും കുടുംബാംഗങ്ങളും അമേരിക്കയുടെയും ഇസ്രയേലിന്റെയും സംയുക്ത ആക്രമണത്തിൽ കൊല്ലപ്പെട്ടു.
മിസൈൽ ആക്രമണത്തിൽ മിനാബിലെ സ്കൂൾ കെട്ടിടം തകർന്ന് 165 കുട്ടികൾ കൊല്ലപ്പെട്ടത് ലോകത്തെ നടുക്കി. ഇറാൻ പ്രത്യാക്രമണം ആരംഭിച്ചതോടെ സംഘർഷം രൂക്ഷമായി. ഇസ്രയേലിന് പുറമെ GCC രാജ്യങ്ങളിലേക്കും മറ്റ് അറബ് രാജ്യങ്ങളിലേക്കും ഇറാൻ മിസൈൽ ആക്രമണം നടത്തി. ഈ രാജ്യങ്ങളിലെ അമേരിക്കൻ സൈനിക കേന്ദ്രങ്ങൾ ലക്ഷ്യമാക്കിയായിരുന്നു ആക്രമണം. മാർച്ച് 4-ന് ശ്രീലങ്കയ്ക്ക് സമീപം ഇന്ത്യൻ മഹാസമുദ്രത്തിൽ ഇറാന്റെ കപ്പലായ ഐറിസ് ദേനയ്ക്ക് നേരെയുണ്ടായ അമേരിക്കൻ ആക്രമണത്തിൽ 87 നാവികർ കൊല്ലപ്പെട്ടു. പിന്നീട് നടന്ന ആക്രമണങ്ങളിൽ ദേശീയ സുരക്ഷാ കൗൺസിൽ മേധാവി അലി ലാരിജാനിയും ഇറാൻ ബാസിജ് കമാൻഡർ ഗുലാം റിസ സുലൈമാനിയും ഉൾപ്പെടെയുള്ള നിരവധി നേതാക്കളും കൊല്ലപ്പെട്ടു. ആക്രമണത്തിൽ ആദ്യ ദിനത്തിൽ പരുക്കേറ്റ ശേഷം പരമോന്നത നേതാവായി തെരഞ്ഞെടുക്കപ്പെട്ട മുജ്തബ ഖമനേയി പ്രസ്താവനകൾ ഇറക്കുന്നതല്ലാതെ ഇതുവരെയും പരസ്യമായി രംഗത്തു വന്നിട്ടില്ല. ഇറാന്റെ നദാൻസ് ആണവ നിലയം ആക്രമിച്ചതിന് മറുപടിയായി ഇസ്രയേലിലെ ഡിമോണ ആണവ നിലയം ലക്ഷ്യമാക്കി ഇറാന്റെ ആക്രമണമുണ്ടായി. മാർച്ച് 17-ന് ഇറാനിലെ സൗത്ത് പാഴ്സ് വാതക പാടത്തിന് നേരെയുണ്ടായ ആക്രമണം യുദ്ധത്തിന്റെ ഗതി തന്നെ മാറ്റിമറിച്ചു. ലോകത്തെ ഏറ്റവും പ്രധാനപ്പെട്ട എണ്ണക്കടത്ത് പാതയായ ഹോർമുസ് കടലിടുക്ക് ഇറാൻ പൂർണ്ണമായും അടച്ചതോടെ ആഗോളതലത്തിൽ ക്രൂഡ് വില കുതിച്ചുയർന്നു. ഹോർമുസ് കടലിടുക്ക് തുറന്നില്ലെങ്കിൽ ഇറാന്റെ വൈദ്യുത നിലയങ്ങൾക്ക് നേരെ ആക്രമണം നടത്തുമെന്ന് ട്രംപ് അന്ത്യശാസനം മുഴക്കി. പിന്നീട് ഇറാനുമായി ചർച്ചകൾ നടക്കുന്നതിനാൽ 10 ദിവസത്തേക്ക് ഊർജ്ജ കേന്ദ്രങ്ങൾ ആക്രമിക്കില്ലെന്ന് ട്രംപ് വ്യക്തമാക്കിയിരുന്നു. 15 നിർദ്ദേശങ്ങളടങ്ങിയ അമേരിക്കയുടെ സമാധാന പ്ലാൻ ഇറാൻ പക്ഷേ തള്ളിക്കളഞ്ഞു. ഏപ്രിൽ 4-ന് 48 മണിക്കൂർ കൂടി ട്രംപ് സമയം നൽകി. അന്ത്യശാസനം അവസാനിക്കുന്നതിന് മുൻപ് ഇരു രാജ്യങ്ങളും തമ്മിൽ വെടിനിർത്തൽ കരാറിൽ എത്തിയതായി ട്രംപ് പ്രഖ്യാപിച്ചു. തുടർന്ന് ഏപ്രിൽ 11-നും 12-നും ഇസ്ലാമാബാദിൽ അമേരിക്കയും ഇറാനും തമ്മിൽ സമാധാന ചർച്ച നടന്നു. ചർച്ച പരാജയപ്പെട്ടു. ഏപ്രിൽ 12-ന് ഹോർമുസിൽ ട്രംപ് നാവിക ഉപരോധം പ്രഖ്യാപിച്ചു. തുടർന്ന് ഇറാൻ അമേരിക്ക രണ്ടാം ഘട്ട ചർച്ച അനിശ്ചിതത്വത്തിലുമായി. ഇക്കഴിഞ്ഞ മെയ് 4-ന് ഹോർമുസ് കടലിടുക്കിൽ കുടുങ്ങിക്കിടക്കുന്ന കപ്പലുകളെ പുറത്തെത്തിക്കാൻ ട്രംപ് പ്രോജക്റ്റ് ഫ്രീഡം പ്രഖ്യാപിച്ചു. പക്ഷേ ഒറ്റ ദിവസത്തിനുള്ളിൽ UAE-യുടെ എതിർപ്പ് മൂലം പദ്ധതി നിർത്തിവെച്ചു. ഇറാൻ യുദ്ധത്തിൽ സൈനിക നടപടികൾ അവസാനിപ്പിച്ചതായി അമേരിക്കൻ സ്റ്റേറ്റ് സെക്രട്ടറി മാർക്കോ റൂബിയോ വ്യക്തമാക്കി. മെയ് 7-ന് അമേരിക്കയുടെ 14 ഇന നിർദ്ദേശങ്ങൾ ഇറാന് ലഭിച്ചു. ഈ നിർദ്ദേശം ഇറാൻ തള്ളിക്കളഞ്ഞു. പുതുക്കിയ നിർദ്ദേശങ്ങൾ അമേരിക്കയ്ക്ക് സമർപ്പിക്കുകയും ചെയ്തു. അതിനിടെ മെയ് 19-ന് ഇറാനെതിരെ നടത്താനിരുന്ന ആക്രമണം ചർച്ചകൾ പുരോഗമിക്കുന്നതിനാൽ മാറ്റിവെക്കുകയാണെന്ന് ട്രംപ് പ്രസ്താവിച്ചു. മെയ് 24-ന് ഇറാനുമായുള്ള കരാർ അന്തിമഘട്ടത്തിലാണെന്നും ഹോർമുസ് കടലിടുക്ക് തുറക്കുമെന്നും ട്രംപ് പ്രസ്താവിച്ചു. മെയ് 26-ന് തെക്കൻ ഇറാനിലെ മിസൈൽ കേന്ദ്രങ്ങളെയും മൈനുകൾ വിതയ്ക്കുന്ന ബോട്ടുകളെയും ലക്ഷ്യം അമേരിക്ക ആക്രമണം നടത്തി. തുടർന്ന് തിരിച്ചടിക്കുമെന്ന് ഇറാന്റെ മുന്നറിയിപ്പും. യുദ്ധം തുടങ്ങി 3 മാസം പൂർത്തിയാകുമ്പോഴും സമാധാനം ഇപ്പോഴും അകലെയാണെന്നതാണ് വാസ്തവം. മലയാളി വാർത്ത ഇൻസൈഡ്.